ചായപ്പാനി തപ്പിയിലെ എന്നൊക്കെ പാടുമ്പോൾ ഇപ്പൊ സാറ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹേൽ അതൊക്കെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? ശ്യാം പുഷ്കരനും ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അത് ഈ വാക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുടൂന്നൊക്കെ എന്തോ ഒരു സാധനം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. പ്രേമിക്കൂടൂ ആ മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ആദ്യത്തത് കിട്ടുന്നില്ല, എന്ത് വിധി അത് സാധനം കിട്ടുന്നില്ല. അപ്പൊ എന്തോ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഞാൻ തന്നെ എന്ത് വിധി, ഞാൻ അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ മെസ്സേജ് ഇടുവാണ് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ എന്ത് വിധി, ഇത് വല്ലാത്ത ചതി. സൂപ്പർ ശരണ്യയില് അശുഭമംഗളകാരിണി എനിക്ക് തോന്നി, അയ്യോ ഇയാൾക്ക് ഇച്ചിരി ബുദ്ധിയുണ്ടല്ലോ എന്ന് തോന്നുന്ന സാധനമാണ്. കാരണം അശുഭമംഗളകാരിണി എന്ന് തുടങ്ങണമെങ്കിൽ കുറച്ചൊരു ധൈര്യം വേണം. സിനിമയിൽ നോക്കുമ്പോഴത്തേക്ക് അവൾ ആ പടിന്ന് അമ്മൂമ്മ വരുമ്പോ ചാടിയിരിക്കുന്ന സാധനം പലരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ അശുഭവും മംഗളവും കൂടെ ചേർത്ത് വെക്കുകയാണല്ലോ. ആ ക്യാരക്ടറിന്റെ സ്വഭാവവും അങ്ങനെയാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്, എങ്കിൽ ഭയങ്കര ഫ്ലിംസിയാണ്. എന്ത് ചെയ്താലും അവള് മറിഞ്ഞു വീഴും, അവിടെ ഇരുന്ന് ഉറങ്ങി അവിടെ ചെന്ന് തലയിടിക്കും. അങ്ങനത്തെ ഒരു റെഗുലർ പെണ്ണ്. സുഹേലിന് കിട്ടുന്ന മീറ്റർ എന്നൊക്കെ പറയുന്നത് അസാധ്യ മീറ്ററുകളാണ്. ഈ ഇതിനകത്ത് എങ്ങനെയാണ് സുഹേൽ എഴുതി പിടിപ്പിക്കണതെന്ന് എനിക്ക് എപ്പോഴും സംശയം. ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരു പ്രത്യേകതരത്തിലുള്ള മ്യൂസിക് തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. പേസിങ് അങ്ങനെയായല്ലോ, കട്ട്സ് എല്ലാം അങ്ങനെയാണ്. പിന്നെ മിക്കതും പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് തന്നു കഴിയുമ്പോഴാണ് പാട്ടിനുള്ള സമയം തുടങ്ങുന്നത് തന്നെ. പണ്ടത്തെ പോലെ നേരത്തെ കമ്പോസ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്ന പരിപാടി കുറഞ്ഞല്ലോ. ശരിക്കും ഷൂട്ടിങ് കിടക്കും, കുറേ വിഷ്വൽസിങ് വരും, റഷസ് വരും. അപ്പോൾ അതിലോട്ട് മ്യൂസിക് ഡയറക്ടർ ഇരുന്ന് പണിഞ്ഞ് പെട്ടെന്ന് അതിന് ഫാസ്റ്റ് കട്ട്സ് വേണം, എൻഗേജിങ് ആക്കണം, എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുന്ന ആളുകൾ കാണണം. ഇങ്ങനെ കുറേ നിബന്ധനകൾക്കുള്ളിൽ നിന്നാണല്ലോ ഇത് വരിക. അപ്പോഴത്തേക്ക് അത് ഇവർ നമുക്ക് തന്നു കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ചലഞ്ചിൽ പെട്ടു. പിന്നെ ഈ മീറ്ററിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ, ആ പ്രത്യേക സിറ്റുവേഷൻ്റെ ലിമിറ്റേഷൻ, പിന്നെ ഇതിൽ കാണിക്കുന്ന സീനുകൾക്ക് അപ്പുറത്തേക്കൊന്നും നമുക്ക് എഴുതാനും കഴിയില്ല. അതിൻ്റെ അപ്പുറം ആ സീനിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് പിന്നെ എങ്ങനെയോ ഇതൊരു അപ്ലൈഡ് ഫോഴ്സ്ഡ് ആർട്ടായിട്ട് എനിക്ക് തോന്നുക. നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കും ജനലൊക്കെ തുറന്നിട്ടിട്ട് പാടമൊക്കെ നോക്കി അങ്ങനെയാണ് പോയറ്റ്സിനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പിന്നെ ഇത് വന്നപ്പോൾ ഇതൊരു മതി ടാർജറ്റൊക്കെ വെച്ചിട്ട് പണിയെടുപ്പിക്കുന്ന ഫീലാണ്. ഓയ്യോ കട്ടം പോലും അത് ശരിയല്ല, ആ വാക്കൊന്നും മറ്റേ ഇത് ഹിറ്റ് അടിക്കണം 100 മില്യൺ കയറേണ്ടതാണ്, അത് ചെയ്യേണ്ടത് എൻ്റെ അമ്മോ. അപ്പൊ അങ്ങനൊരു വാക്ക്, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു വാക്കിൽ അങ്ങ് കൊളുത്തി. അല്ലാതെ നമുക്ക് കുറേ സമയമില്ല. ഇപ്പൊ പണ്ട് നമ്മൾ കലാപാനിയിലേക്ക് പാട്ടുകളൊക്കെ ഇങ്ങനെ ഞാൻ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഡയലോഗ് കേട്ട് നമ്മൾ സമാധാനത്തിരുന്ന് കേട്ട് അടുത്ത പടം വരാൻ പിന്നെ ഇനി 4 മാസമുണ്ട്. അപ്പം ഒരു കണ്ടന്റ് വരാൻ ഇനിയും 4 months ടൈം ഉണ്ട്. ആ 4 മാസത്തിനുള്ളിൽ കേട്ട് ഇഷ്ടപ്പെടും ഇളയരാജ സാറിന്റെ പാട്ടുകൾ, റഹ്മാൻ സാറിന്റെ പാട്ടുകൾ. ഇപ്പൊ അതില്ല, മൾട്ടിപ്പിൾ കണ്ടന്റ്. അത് ഈ ഭാഷയിലെ മാത്രമല്ല ഇപ്പൊ കോമ്പീറ്റ് ചെയ്യുന്നത്. ഹിന്ദി പാട്ട്, തമിഴ് പാട്ട്, ഇപ്പോൾ കാച്ചി സാറാന്ന് പറഞ്ഞൊരു പാട്ട് പെട്ടെന്ന് വരുന്നു, ഭയങ്കര വൈറലാകുന്നു. ആൾക്ക് ഏതാണ് എന്താണെന്നൊന്നും ഒരു അറിയില്ല, പക്ഷെ ഭയങ്കര വൈറലാകുന്നു. ശ്രീലങ്കൻ പാട്ടുകൾ വന്ന് ഇവിടെ വൈറലാകുന്നു, ആഫ്രിക്കൻ പാട്ടുകൾ അതിൻ്റെ ട്യൂണുകൾ ഹിറ്റാകുന്നു, ഇംഗ്ലീഷ് പാട്ടുകൾ, റാപ്പുകൾ ഹിറ്റാകുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇടക്ക് നമ്മുടെ ഈ കുഞ്ഞു മലയാളത്തിൽ നമ്മളൊരു പയറ്റാണ് ഉണ്ടാക്കുകയാണ്. അത് ശരിക്കും അപ്പം ഭാഷയൊക്കെ ധാരണ ഉണ്ടാവണ്ടേ? ഇത് പ്രേമിക്കുടു. അപ്പൊ അങ്ങനെ ഒരു തെലുങ്ക് വാക്ക് വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ എടുത്ത് നോക്കാണ്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ പക്ഷെ നമ്മൾ ഈ ലവർ എന്നൊക്കെ കൊടുത്ത പ്രിയതമേ എന്നൊക്കെ ആയിരിക്കുമല്ലോ വരിക. ഗൂഗിൾ അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് പേടിയുള്ളൂ. അപ്പൊ ഞാൻ ഹൈദരാബാദുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇങ്ങനെ ഗേൾ ഫ്രണ്ട്സിനെ എന്താ വിളിക്കുക, ആ ഒരു റെഗുലർ പരിപാടി വിട്ടിട്ട് കൊളോക്കലി നമ്മൾ വിളിക്കുമല്ലോ, എടാന്നൊക്കെയല്ലോ നമ്മളിവിടെ വിളിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സാധനം. അപ്പൊ അവൻ കുറെ വാക്കുകൾ ഇങ്ങനെ പറയണ പോലെ. അപ്പൊ ഇങ്ങനെ എന്തോ പറഞ്ഞു, അപ്പൊ എന്തോ പറഞ്ഞപ്പോ ഒരു പ്രേമിക്കുടു എന്നൊരു വാക്ക്, അതെങ്ങനെ അവൻ തമാശ പോലെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ആ വാക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാനപ്പം ശ്യാം പുഷ്കരനും ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഞാനും വിഷ്ണുവും ശ്യാം പുഷ്കരും ഗിരീഷും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഈ വാക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എനിക്കിത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രേമിക്കുടു എന്നൊക്കെ എന്തോ ഒരു സാധനം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അതിൻ്റെ അകത്തൊരു കൊഞ്ചിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം പറയുമ്പോഴും രസമായിട്ട് ഇങ്ങനെ പ്രേമിക്കുടു അങ്ങനെയൊക്കെ പറയാനും കഴിയുമല്ലോ. ഭയങ്കര രസമായിട്ട് എക്സ്പ്രസ് ചെയ്തു, ഭയങ്കര രസമായിട്ട്. അപ്പോഴത്തേക്ക് അത് കൂടെ കൊടുത്ത് അപ്പൊ അവർക്ക് ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അതിനകത്ത് ഇപ്പൊ ചായപ്പാനി തപ്പിയിലെ എന്നൊക്കെ പാടുമ്പോൾ സുഹേലിന്റെ മനസ്സിനകത്തൊരു റെൻഡറിങ് ഉണ്ടാവും. അപ്പൊ സാറ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹേലിന് അതൊക്കെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? എനിക്കത് ഭയങ്കര ഹാപ്പി ആണ്. ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഈ മാർക്കോസ് ചേട്ടൻ്റെ കാര്യം ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്യണം പല ഇതിൽ. അപ്പൊ ദാസേട്ടൻ, മാർക്കോസ് ചേട്ടൻ, ഇവരൊക്കെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ഭയങ്കര നിറഞ്ഞു നിന്ന ആൾക്കാർ. അപ്പൊ നമുക്ക്
നമുക്ക് വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമാണല്ലോ അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ. അപ്പം അതിൻ്റെ ഇങ്ങനെ ഡിസ്കഷനൊക്കെ ഞാൻ നിങ്ങൾ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഗിരീഷും വിഷ്ണു കൂടെ എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ഇത് ഇങ്ങനെ മാർക്കോസെറ്റിനെ കൊണ്ട് പാടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ പൊളിയായിരിക്കും, വേറൊരു സംശയം വേണ്ട. അങ്ങനെ നമ്മൾ പാടുമോ, പിന്നെ പുള്ളി ഇനി നോ പറയുമോ എന്നൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ചിലപ്പോൾ പുള്ളി ഒരു ഡേറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഞാൻ തൊണ്ട ശരിയല്ല 2 ദിവസം. ഞാൻ ചോദിച്ചു പാട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതായിരിക്കും പുള്ളി എന്തെങ്കിലും പറഞ്ഞൊഴിയാന്ന് നിൽക്കുകയായിരിക്കും. പക്ഷേ പിന്നീട് പുള്ളി തന്നെ വിളിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, എല്ലാവരും അടുത്ത ദിവസം ഡേറ്റ് ഓക്കെയാണ് വന്നോളൂ മറ്റേ മറിച്ച്. അപ്പം പിന്നെയും നമുക്കൊരു പേടി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു കോമിക് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ഡപ്പാങ്കുത്ത് പാട്ടിന്റെ സ്വഭാവത്തിലേക്ക് ഇതിന്റെ വോയിസ് റെൻഡറിങ് വരുള്ളൂ. പക്ഷെ സാറിന് അത് ആദ്യമേ കിട്ടി. സാറിന് അത് വായിച്ച ട്യൂണും കേട്ടപ്പോൾ സാറിന് മനസ്സിലായി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് പുള്ളി ഫസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ പുള്ളിക്ക് മനസ്സിലായി കറക്റ്റ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. അതേപോലെ വിദ്യാരം മാസ്റ്ററെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് ഓക്കാപ്പുറത്തൊരു പിന്നിന്നൊരു അടി ഇത് എന്ന് പറയുന്നത്. അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ആ മൊത്തം ഇരുട്ടാണേ അതിനകത്ത് കത്തണ്ടയിലെത്തും കണ്ണ് കാണാതിരുപ്പാണേ. സാറിന്റെ വോയിസ് അതിനകത്ത് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണ് നിങ്ങൾ മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ സെലക്ഷൻ ആയിരുന്നു. ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നമുക്കൊരു അവാർഡ് കൊടുക്കണം. ആ പാട്ടിന് അങ്ങനെ ഒരു സ്വഭാവമാണ് ഉള്ളത്. സങ്കടമാണ് അതിന്റെ ഉള്ളിലുള്ളത്, പക്ഷെ കോമിക്കായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാളിപ്പോവും. അത് തന്നെ അത് ഭയങ്കര ട്രിക്കിയാണല്ലോ. ഇതിൻ്റെ അകത്ത് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു പ്രാർത്ഥന പോലത്തെ ഒരു പാട്ട്, ഇവന്റെ ഒരു നിലവിളി പോലെ, ഇവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിലവിളി പോലെ. അപ്പൊ ദൈവമേ ദൈവമേ എന്നുള്ള സാധനം അങ്ങനെ വരും. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ അപ്പം എൻ്റെ അടുത്ത് ജസ്റ്റ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് പാട്ട് എഴുതുന്നതിനും പറഞ്ഞു വിദ്യാരം മാഷൊക്കെ ഒരു പ്രാർത്ഥന പോലെ ചൊല്ലിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ സുഖം ആലോചിച്ചേ. ഇങ്ങനെ ദൈവമേ ജസ്റ്റിന് ആദ്യമേ ഒറ്റയടിക്ക് പറയണേ വിദ്യാരം മാഷ് ഇങ്ങനെ ദൈവമേ പഴയ ഏതോ പാട്ടിന്റെ ഒരു സൂചന തന്നിട്ട് പറയണേ. അങ്ങനെ പറഞ്ഞാൽ ഒരു ടോണില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി, സാധനം മനസ്സിലായി. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പല ഒരു 4 വരി 5 വരി ഇങ്ങനെ എഴുതും. അപ്പൊ ഇങ്ങനെ തേടുന്ന നിന്നോട് തൊഴുത് നീ അവളെ എൻ്റെ പങ്കിലെഴുത്. അപ്പൊ അങ്ങനെ ഒരു റൊമാൻസ് ആണ് എഴുതണത്, ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ അടുത്ത്. എഴുതുന്ന നിന്നോട് തൊഴുത് നീ അവളെ എൻ്റെ പങ്കിലെഴുത്, വിത്തിട്ട് മുത്തി മുളപ്പിച്ചൊരാശകൾ മാറ്റാതെ എൻ്റെ ഉള്ളിൽ നിന്ന് പിഴുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോമഡി എങ്കിലും അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട്, ഒരു ചെറിയൊരു പോയറ്റിക് ഫോമും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എഴുതി. അപ്പം ജസ്റ്റ് അതിന്റെ അതിരുന്ന് നിങ്ങൾ കമ്പോസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു ട്യൂൺ ഇങ്ങനെ പറഞ്ഞു നിന്നോട്. അപ്പൊ ഭയങ്കര മെലഡി ഉണ്ടല്ലോ, അതിനകത്ത് ഒരു രസമുണ്ട്. അത് കൊള്ളാം. അപ്പൊ അങ്ങനെ പിന്നെ അതിന് ഘട്ടം ഘട്ടമായിട്ട് കമ്പോസ് ചെയ്ത് അപ്പൊ പിന്നെ ഞാൻ ഇത് മൊത്തം ഇരുട്ടാണ്. അപ്പൊ ഇതിനൊരു കോറസ് സ്വഭാവം വെച്ച് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് കോറസ് ആക്കാം, ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഒരു ആദ്യത്തത് കിട്ടുന്നില്ല, എന്ത് വിധി അത് സാധനം കിട്ടുന്നില്ല. അപ്പൊ എന്തോ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഞാൻ തന്നെ എന്ത് വിധി ഇത് എന്ന് ഞാനിങ്ങനെ അവനടുത്ത് പറയുന്നത്, ഞാൻ ഇത് എന്ത് വിധിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ മെസ്സേജ് ഇടുവാണ് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് ഓർക്കാപ്പുറത്തിൻ്റെ പിന്നീന്നൊരു അടി ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ എഴുതി. അപ്പൊ എനിക്കറിയാം ജസ്റ്റിന്റെ ഒരു ഇഷ്ടം എനിക്കറിയാം. അവൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തന്നെ തീ പോകാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും, മനസ്സിലായി. അപ്പോഴത്തേക്ക് അതുകൊണ്ട് എനിക്കറിയാം ഇവനിത് ഇഷ്ടപ്പെടും. വേണതായിട്ട് പോകുമ്പോൾ ഇത് ഇഷ്ടപ്പെടും. ഇത് പൊളിയായിട്ട് ഇത് നമുക്ക് ആദ്യം തന്നെ വെച്ച് അങ്ങ് കാരക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടക്കുന്നതുകൊണ്ട് സുഹൈൽ അതിന്റെ ബാക്കി വരിയും കൂടെ പറയൂ, ഭയങ്കര രസമാണ് ഇത് കേൾക്കാൻ. അപ്പൊ മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. അപ്പൊ പിന്നീടാണ് അതൊരു പ്രാർത്ഥന പോലെ മാറുന്നതും. കേഴുന്നു നിന്നോട് തൊഴുത് നീ അവളെ എൻ്റെ പങ്കിലെഴുത്, വിത്തിട്ട് മുത്തി വളർത്തിയ ഒരാശകൾ മാറ്റാതെ എൻ്റെ ഉള്ളിൽ നിന്ന് പിഴുത്. അടിപൊളിയാണ്. ഫസ്റ്റ് തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് സൂപ്പർ ശരണ്യയിൽ അശുഭമംഗളകാരിണി. അപ്പം എനിക്ക് തോന്നി അയ്യോ ഇയാൾക്ക് ഇച്ചിരി ബുദ്ധിയുണ്ടല്ലോ എന്ന് തോന്നുന്ന സാധനമാണ്. കാരണം അശുഭമംഗളകാരിണി എന്ന് തുടങ്ങണമെങ്കിൽ കുറച്ചൊരു ധൈര്യം വേണം.
അപ്പം ഞാൻ നോക്കുമ്പോൾ സിനിമയിൽ നോക്കുമ്പോഴത്തേക്ക് അവൾ ആ പടിന്ന് അമ്മൂമ്മ വരുമ്പോൾ ചാടിയിരിക്കുന്ന സാധനം പലരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ബ്രില്യൻസ് ആണ്. 2 ഷോട്ട് വെച്ചിട്ടുണ്ട് അത് കൺവേ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ പാട്ടിന്റെ താളത്തിൽ ഈ ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിന്റെ വരികൾ ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ വണ്ട് തിന്ന പൂവരത്തി, തണ്ടൊടിഞ്ഞ ചെമ്പരത്തി, മണ്ട പോയ മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി. പക്ഷെ എനിക്ക് തോന്നി അത് പെണ്ണൊരുത്തി എന്ന് എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവും എന്ന് തോന്നി. കാരണം മണ്ടരിക്ക് മണ്ട പോയ പെണ്ണൊരുത്തി എന്നാണ് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷെ ഞാൻ പിന്നീട് ലിറിക്സ് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി എന്നാണ് പാടുന്നത്. അങ്ങനെ പാടിയാലും ആശയം കമ്മ്യൂണിക്കേറ്റഡ് ആവും. അതെ ഉറപ്പായിട്ട്. അപ്പൊ ഞാൻ ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വെക്കാന്ന് വെച്ചാൽ എല്ലാത്തിനും. അപ്പൊ ഈ അശുഭവും മംഗളവും കൂടെ ചേർത്ത് വെക്കുകയാണല്ലോ. അപ്പൊ ആ ക്യാരക്ടറിന്റെ സ്വഭാവവും അങ്ങനെയാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിൽ ഭയങ്കര ഫ്ലിംസിയാണ്. എന്ത് ചെയ്താലും അവൾ മറിഞ്ഞു വീഴും, അവിടെ ഇരുന്ന് ഉറങ്ങി അവിടെ ചെന്ന് തലയിടിക്കും. അങ്ങനത്തെ ഒരു റെഗുലർ പെണ്ണ്. നമ്മളിപ്പം ഗിരീഷു അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ക്യാരക്ടറെ നമ്മൾ കാണിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് മ്യൂസിക്, മുടി പറക്കുന്നു, കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യിച്ചു വിടുന്നു. ഇത് നമ്മൾ ഇങ്ങനെയാണല്ലോ കാണുന്നത്. ഇവർക്ക് ഫ്ലോസ് ഇല്ല. ആണുങ്ങളെ കാണിക്കുമ്പോൾ ഫ്ലോസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യരായിട്ടാണ്. ഇവർക്ക് ഫ്ലോസ് ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് വനിതകളായിട്ടാണല്ലോ സ്ത്രീകളെ ചിത്രീകരിക്കുക. അതിനെ ബ്രേക്ക് ചെയ്യാണ് ഗിരീഷ് ചെയ്യുന്നത്. ഗിരീഷ് അപ്പം അതിൽ പഴത്തുലിയൊക്കെ തിന്നിട്ട് കിടന്നുകൊണ്ടൊക്കെ മടിയൊക്കെ പിടിച്ച് അതിന് റെഗുലർ നമ്മുടെ പെങ്ങന്മാരെ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു കോൺട്രഡിക്ഷൻ നമ്മൾക്ക് ഇവരെ കാണുമ്പോൾ ഇവർ ക്യൂട്ടാണോ അടിപൊളിയാണ് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യും, പക്ഷേ ഇതുപോലെ തന്നെ ഇൻഹെറൻ്റ്ലി നമ്മളെ പോലെയൊക്കെ തന്നെ ഫ്ലോകളുള്ള മനുഷ്യന്മാർ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഒരു ഇത് വയ്ക്കാം. അപ്പം വണ്ട് തിന്നാത്ത പൂവാണ് അതിന്റെ ബ്യൂട്ടി എല്ലാം ഉണ്ട്, പക്ഷെ ഒരു വണ്ടിനും വേണ്ട അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ സാധാരണ എന്നെ കണ്ടാൽ വണ്ടുകൾ വന്നിരിക്കും പറയുന്ന അതേ എലമെന്റിനെ നമ്മൾ എടുത്ത് ട്വിസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു തണ്ടൊടിഞ്ഞ ഒരു ചെമ്പരത്തിയാണ്. മണ്ടരിക്ക് മണ്ടപോയത് നീ പാട്ടൊഴിഞ്ഞ ആകാശവാണിയാണ്. മനസ്സിലായി, പാട്ടൊക്കെ തീർന്ന ഒരു ആകാശം. എനിക്ക് ആ പാടുള്ളൊരു ഗുണം പാട്ട് കേൾക്കണം എന്നുള്ളതാണ്. അപ്പൊ തോറ്റടിഞ്ഞ ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ ഹിസ്റ്ററിയെ തന്നെ നമ്മളത് തിരിച്ചു പറയാം. അപ്പൊ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആ കോൺട്രഡിക്ഷനുകളെ വെച്ച് അങ്ങനെ ഒരു പാട്ടിലേക്ക് പോയി. അപ്പൊ ഞാൻ ആദ്യം ഈ അശുഭമംഗളകാരി ഇങ്ങനൊരു സാധനം എഴുതി. അപ്പം ഞാനിങ്ങനെ ജസ്റ്റിനോട് തോന്നി ഇങ്ങനൊരു വാക്ക് ഞാൻ ഇങ്ങനെ എഴുതാണ്, അശുഭമംഗളകാരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് വാക്ക് ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ ഒരു ഹുക്ക് പോലെ നിർത്തിട്ട് അതിന് ചുറ്റിനൊരു പാട്ടുണ്ടാക്കിയാണ് ഇങ്ങനെ ഇതിനെ വെച്ചുകൊണ്ട്. അപ്പൊ ശരി അങ്ങനെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഞാനൊരു അർത്ഥവും കൂടെ കണ്ടത്, ഈ അയാൾ പടിയിൽ നിന്ന് ഇങ്ങനെ ചാടിയിരിക്കുന്നത് സത്യത്തിൽ അത് ഭയങ്കര ഒരു സാമൂഹ്യ വിമർശനവും കൂടെയാണ്. ആ പെൺകുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ആ പ്രായത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മുതിർന്ന തലമുറ ചില സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെ എലമെന്റിനകത്തൂടെ പോകുന്ന സാധനമാണ്. സത്യത്തിൽ അതില്ലെങ്കിലും പടിയിൽ നിന്ന് താഴെ ഇരുന്നാലും പടിയിൽ മുകളിൽ ഇരുന്നാലും അയാൾക്ക് കിട്ടാനുള്ളതായി ഉണ്ടാക്കും. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വാക്ക് വെച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇല്ല അങ്ങനെ അത്രയും ഇതായിട്ടൊന്നും ഡീപ്പായിട്ട് പോയില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഈ രണ്ടിന്റെ ഇടക്കാണ് കറക്റ്റ്. കുറെ ട്രഡീഷണൽ വാല്യൂസിന്റെയും ഈ ന്യൂ ഇറ എന്ന് പറയുന്ന ഒരു സമയത്തിന്റെയും കറക്റ്റ് നടുക്ക് വന്ന് വീണ ആൾക്കാരാണ് നമ്മൾ. ഇത് എവിടെ കാല് വെക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പം കുറെയൊക്കെ നമ്മൾ അവിടെ നിന്നും എടുത്തു, കുറെയൊക്കെ പുതുമയിലേക്കും പോകുന്നു. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടക്കുള്ള ഒരു കോംപ്രമൈസ് എന്നുള്ള സാധനമാണ്. അപ്പൊ ഞാൻ വെച്ചാൽ വരികൾ വെക്ക അങ്ങനെ തന്നെ എന്നുള്ള സാധനം. ഇപ്പൊ ഗിരീഷും ജസ്റ്റിനും ഞാനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിഷയങ്ങൾ സംസാരിക്കാം. അപ്പം അവൻ പറഞ്ഞു ഇതുപോലെയാണ് 2 കുട്ടികളുടെ പ്രണയമാണ്, +2 പിള്ളേരൊക്കെയാണ്, അത്രയും വലിയ ഇതൊന്നുമല്ല. അപ്പൊ അവരിങ്ങനെ അപ്പൊ ഇത് പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ചു എവിടെയോ ഇങ്ങനെ ഒരു ജാതിക്കത്തോട്ടത്തിൽ, അവിടെ ഒരു ജാതിക്കത്തോട്ടുണ്ട് സ്കൂളിന്റെ ബാക്കിൽ, അവിടെ ഷൂട്ട് ചെയ്യാൻ. അപ്പൊ അവരവിടെയാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ജാതിക്ക എന്ന് പറയുന്ന സാധ്യതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ആലപ്പുഴക്കാരൻ തന്നെ. ഈ അങ്കമാലി സൈഡിലൊക്കെയാണ് തോട്ടങ്ങളും കൃഷി. ഇവരുടെയൊക്കെ ലൈഫിൽ ഇപ്പൊ ജസ്റ്റിനും ഗിരീഷും ഒക്കെ ആ സൈഡിലുള്ളവരാ. ഇവരുടെയൊക്കെ ലൈഫിൽ ജാതിക്ക അച്ചാറും ഇതൊക്കെ ഉണ്ട്. ഞാനത് കഴിച്ചിട്ട് പോലില്ല. അപ്പോഴത്തേക്ക് എനിക്കപ്പൊ ഈ ജാതിക്കത്തോട്ടം എന്ന് കേട്ടപ്പോ ഭയങ്കര പുതുമ തോന്നി. അതിൻ്റെ അകത്ത് അവർക്കത് ഭയങ്കര യൂസ്ഡ് സാധനമാണ്. എനിക്ക് ഇപ്പൊ നമുക്ക് കുട്ടനാട് വെള്ളം കരിമീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഡ് ആയെന്ന പോലെ തന്നെ ഇവർക്ക് ജാതിക്ക് ഭയങ്കര യൂസ്ഡ്. ഞാൻ ഓക്കെ. അപ്പം എനിക്ക് അതിലെങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഡിസ്കഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പോയിട്ട് നമ്മൾ എടപ്പള്ളി ജംഗ്ഷനിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പോഴത്തേക്ക് ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ തോട്ട് വന്നിട്ട് ഞാൻ മൊബൈലാണ് എഴുതുന്നത്. അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ 4 വരി ഇങ്ങനെ മൂളിയിട്ട് ഞാനിങ്ങനെ ജാതിക്കത്തോട്ടം ഇങ്ങനെ മൂളുക, ജാതി നോട്ടം എൻ്റെ ഉള്ളിൽ പന്ത് പോലൊരു 2 കയറ്റം
കണ്ട കള്ള പെരുമാറ്റം എന്ന് പറഞ്ഞു. ഞാൻ ഇതൊരു മാപ്പിളപ്പാട്ട് പോലെ ഇരിക്കുകയാണ്, നിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യും, എനിക്ക് ഇങ്ങനെ ഒരു വാക്കുകൾ വന്നു എന്നാണ്. അപ്പം ഓക്കെ. അപ്പൊ ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ, പുള്ളി എന്റെ പ്രൊഡ്യൂസർ, ജോമനും ഷമീർ ആയിരുന്നു പ്രൊഡ്യൂസർ. അപ്പം അവനും അയച്ചു കൊടുത്തു. അപ്പം അവരും പറഞ്ഞാൽ എടാ എനിക്ക് ജാതി നോട്ടം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വർക്കായി സംഭവം ഭയങ്കര. അപ്പൊ പക്ഷെ ഇതിന്റെ ട്യൂൺ എങ്ങനെ വന്നില്ലെങ്കിൽ ഇത് ഈ നേരത്തെ നമ്മൾ ഈ ക്രിഞ്ചിന്റെ കാര്യം പറയുന്ന പോലെ ഇതിലോട്ട് പോകുക പേടി. ഇതൊരു തിൻ ലൈനാണല്ലോ. നമ്മൾ അതിന്റെ മ്യൂസിക്കലി സൗണ്ടിങ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അങ്ങനെ പറയിച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പം അത് പേടിച്ചിട്ടാണ് നമുക്ക് അയ്യോ ഇങ്ങനത്തെ സ്ഥലത്തോട്ട് കൈവെക്കാൻ. ഇപ്പം മലയാളം പാട്ടുകൾ ഇതിന് മുന്നേ ഉള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഈ ഏരിയയിലോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു മലയാളം പാട്ടിന്. ഞാൻ അതിന്റെ ഭയങ്കര ഓണർഷിപ്പ് എടുക്കല്ല, മറിച്ച് ഞാൻ പറയാണ് അതിന് എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. ഐ കുഡ് ബി റോങ്. പക്ഷെ ഒരു പരിധി വരെ മലയാളം പാട്ട് ഈ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് വേർഡ്സും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊന്നും വെക്കാതെ ഇപ്പൊ ഭാസ്കരൻ മാഷ് കൊണ്ടുവന്ന ഒരു ശാഖയുണ്ടല്ലോ, ആ ശാഖനെ പിന്നെ ആരും പിടിച്ചില്ലാത്ത പോലെ തോന്നി. ഇടയ്ക്കൊക്കെ യൂസുഫ് സാഹിബൊക്കെ ഇടയ്ക്കുണ്ടെങ്കിലും അതങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പൊ വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന ആ സാധനം ആരും പിടിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടോ എനിക്ക്? മനസ്സിലായി. എനിക്ക് ആ കൊളോക്കൽ സാധനങ്ങളിലേക്ക് വരുന്നില്ല എന്നൊരു തോന്നലുണ്ട്. തമിഴിൽ കൊണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്, ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പഞ്ചാബിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭയങ്കര ലോക്കൽ സാധനങ്ങളൊക്കെ പൂക്കൾ പൂത്ത് ആ സെല്ലെന്നുള്ള വാക്കൊക്കെ നിസ്സാരമായിട്ട് ഇംഗ്ലീഷ് വാക്ക് അതിനകത്തിരിക്കും, പക്ഷെ ഭയങ്കര മെലഡിയിലും ഭംഗിയായിട്ടിരിക്കും. അപ്പൊ കൊതിയാണല്ലോ നമുക്ക്. എന്റെ അമ്മ ഇത് എങ്ങനെ സാധിച്ചെടുക്കുന്നത്. മെൽബൺ എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഇങ്ങനെ ബോൺ എന്നൊക്കെ ആക്കിയിട്ടേ. അപ്പൊ ഞാൻ വെച്ചാൽ ഇതിനെ പറയുന്നതിന്റെ ശൈലിയാണ് ഇതിലെ ഇമ്പോർട്ടന്റ്. ഇംഗ്ലീഷ് വാക്ക് വയ്ക്കുന്നതിലല്ല, അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ നോക്കിയാൽ അടിപൊളിയാവില്ല. അതിന് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ, അപ്പൊ ലവ് സ്റ്റോറി എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് തന്നെ വളരെ മനോഹരമായിട്ട് ലവ് സ്റ്റോറിയാ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് സംസാരിക്കും, നമുക്ക് ഇങ്ങനെ പാടിച്ചെടുത്താൽ നമുക്ക് ഇംഗ്ലീഷും വെക്കാം, എവറിഡേ തിങ്ങും വെക്കാം. കാരണം ഇപ്പൊ നമ്മൾ ഈ യങ്സ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ സാധനം പുഴയും ആലിന്റെ തീരവും പാടവും ഒന്നും അവരുടെ ഏരിയയേ ഇല്ല. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നമ്മൾ എത്ര വട്ടം ആവർത്തിച്ചാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഒരു നൊസ്റ്റാൾജിക് വാല്യൂക്ക് പഴയ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. അതിനർത്ഥം അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. ആരും കൊതിക്കും ഒരാൾ വന്ന് ചേരുമെന്നാരും സ്വകാര്യം പറഞ്ഞതാകാം എന്ന് പറഞ്ഞൊരു കാത്തിരിപ്പ് പോലത്തെ എല്ലാവരെയും വരും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കാത്തിരിപ്പൊന്നും ആർക്കും ഇല്ല. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വിരഹം എന്ന് പറയുന്നത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കില് വാട്സാപ്പിലോ നമ്മളെ ബ്ലോക്ക് ചെയ്തു. അതാണ് വിരഹം ഇപ്പോഴത്തെ ജനറേഷൻ. അതെങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? മനസ്സിലായി. അപ്പൊ നമ്മുടെ തോട്ട് അങ്ങോട്ട് പോവാ. ഇതെങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇതാക്കാം? ഇപ്പൊ നമ്മള് ഇപ്പം ഒരു ATM വാതിക്കെ നിൽക്കുമ്പോൾ ഒരു പെണ്ണിനെ കാണുന്നതായിട്ടാണ് ചായപ്പാനി തപ്പിയിൽ ഒരു ഇമേജറി നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ടവളെ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് 10 എടുക്കാൻ ATM നിന്ന് അളിയുമ്പോ അപ്പൊ അവള് 2 സാധനം മറച്ചു വെച്ചു എന്ന് പറയാം. പൊത്തിവെച്ച് പിന്ന് അവളുടെ പിൻ നമ്പർ പൊത്തിവെച്ചു, അതുപോലെ തന്നെ അവളുടെ മൊഞ്ചും പൊത്തിവെച്ചു എന്ന് പറയണം. പിന്നെ പൊട്ടു കുത്താൻ വേണ്ടിയിട്ട് അവള് ഫോൺ എടുത്തു എന്ന് പറയാം. അപ്പൊ ഈ വാൽക്കണ്ണാടി എല്ലിൽ നിളയിൽ നോക്കി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അതേ കണ്ടന്റിനെ ഇപ്പൊ പെൺകുട്ടികൾ മൊബൈൽ എടുത്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടാണ് റെഡി ആവുന്നത് എന്ന സ്ഥലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണമല്ലോ. അപ്പം അതാണ് എൻ്റെ ഒരു പ്രയത്നം. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെ നമുക്ക് ഇത് യങ്സ്റ്റേഴ്സിലോട്ട് അതേ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ അതേ ഉപമകളെ നമ്മൾ ഇന്നത്തെ ജനറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെ ഒട്ടും മോശമാക്കാതെ തന്നെ, മറിച്ച് നമ്മുടെ ഭാഷയിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ നുണുക്കുമണികളിലൂടെ എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഹിന്ദിയാണോ മലയാളമാണോ എന്നറിഞ്ഞുകൂടാത്ത വാക്കുകളാണ് ഷാരുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുറേ സമയം ഇരുന്ന് കുത്തി തപ്പിയാണ് ഇതിനകത്തുനിന്ന് ഇത് മലയാളമാണോ ഹിന്ദി വാക്കാണോ എന്നുള്ളത് രണ്ടും കൂടെ ചേരുന്നുള്ളത്. ഈ ഷാരു എഴുതുന്ന സമയത്ത് അങ്ങനെ തന്നെ മതിയെന്ന് തീരുമാനിച്ചതാണോ? അതെ. അപ്പൊ അത് ഞാനപ്പം പറഞ്ഞ് ഇവന്മാർ പറഞ്ഞ് അതിൽ എന്തുകൊണ്ട് എഴുതാട്ടോ, ഇങ്ങനെ ഇവളെ പറ്റിയാണ്, ഇവളെ പറ്റി അങ്ങ് കളിയാക്കിയൊക്കെ പറയാണ്. അപ്പം അങ്ങനെ പക്ഷെ ഈ അധ്യാപകൻ പുറകെ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അധ്യാപകന്റെ ശല്യമുണ്ട്, ക്ലാസ്സിൽ വേറൊരു കാമുകന്റെ ശല്യമുണ്ട്, വേർത്തം പുറകെ വേറെ നടക്കുന്നുണ്ട്, ഒറിജിനലായിട്ട് കാമുകൻ വേർത്തുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു സ്പേസ് അവളുടെ ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് സ്പേസ് ആണ്. അപ്പൊ ഞാൻ നോക്കി അതിന്റെ ഒരു ഫണ്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ എൻ്റെ കൂട്ടുകാരന്മാർക്ക് കഫേ ഉണ്ട് ബീച്ചിൽ. അപ്പം അവിടെ ഈ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. നമ്മൾ എല്ലാവരെയും ബംഗാളിൽ നിന്ന് വിളിക്കുന്നെങ്കിൽ ഇവരൊക്കെ ബീഹാർ UP എന്നൊക്കെ വരുന്നവരാണ്, പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരാണ്.
അപ്പം ഇവരുടെ മലയാളം വേറൊരു രീതിയിലാണല്ലോ മലയാളം. അപ്പം എന്തായാലും അപ്പൊ എടാ തിരക്കാണോ എന്ന് ചോദിച്ചാൽ അപ്പം ജാഥ തിരക്ക് നീ എങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു മലയാളം ഉണ്ടല്ലോ. അതിപ്പോ നമ്മള് ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്ന മലയാളം, മുടിവെട്ടുകളെ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഹിന്ദിയും മലയാളവും എന്താണ് പറയുന്നത് നമുക്ക് തന്നെ അറിയാൻ വയ്യ. പ്രത്യേകിച്ച് മുടിവെട്ട് കടയിൽ ചെന്നിട്ട് മീശ തോട ഫീച്ചേഴ്സേ ഇവിടെ അധികം വെക്കണ്ട അതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് ഹിന്ദി പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയി. അപ്പൊ എനിക്ക് ജാഥ പാത്രം എന്ന് പറയാം, പാത്രം കുറെ ഉണ്ട് കഴുകാൻ, ജാഥ പാത്രം. അപ്പൊ എനിക്ക് ചിരി വരും, എനിക്ക് ഇഷ്ടമാണത്. അപ്പൊ ഞാനത് ആ ഒരു സാധനം നമുക്ക് പിടിച്ചു നോക്കാം. അപ്പൊ ഷാരു 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 തു പ്യാർ കറു ഷാരു തു സെൻഡി മത്ത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പാസും മേരെ പാസും മത്ത് വരൂ വാരൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ നീട്ടി പിടിച്ചൊക്കെ ഇട്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങള് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എനിക്കൊന്നൊരു 50 വർഷം കഴിഞ്ഞ ശേഷം 100 വർഷം കഴിഞ്ഞ ശേഷം ഈ സമയത്ത് നമ്മളെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ 2000 കാലഘട്ടങ്ങൾ 2020 കാലഘട്ടങ്ങളിൽ അടയാളപ്പെടുത്ത ഒരു ഭയങ്കര ഹൈബ്രിഡ് ഭാഷയായി പോയി നമ്മളത്. സത്യം പറഞ്ഞാൽ ഈ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, വല്ല ഭാഷ. ഇപ്പം അതിൽ സിനിമ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും മുരുക മറ്റേ എന്താ പറയുക തമിഴ് അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ സിനിമ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. എല്ലാവരും പറയുന്നത് അങ്ങനത്തെയാണ്. വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് പറഞ്ഞ സാധനം പെട്ടെന്ന് പറയുന്നു. ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഈ പറയുന്നതെങ്കിലും ഇങ്ങനെ നമ്മൾ എവിടെ നിന്നൊക്കെയോ കടമെടുത്ത കുറേ ഭാഷകൾ എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പം അതിൻ്റെ ഒരു സാധനം എനിക്ക് ഇപ്പം നമ്മൾ പാട്ടിലൊക്കെ തുക്കായിക്കോ ഷരാസ് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഒരു സാധനം ഇതുണ്ട്. പ്രകാശ് കാരാട്ടിന്റെ കാര്യമൊക്കെ പ്രകാശ് കാരാട്ടിന്റെ വിരാട് പോലെ കരാട്ട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യണം, വിരാട് കോഹ്ലിനെയും കാരാട്ടിനെയും. അപ്പം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാരണം അങ്ങനത്തെ കുറേ എന്താണ് നമ്മൾക്ക് ഇപ്പം 50 വർഷം മുമ്പുള്ള ഒരാൾക്ക് നമ്മുടെ ഈ മലയാളം കേട്ടാൽ മനസ്സിലാകാത്ത പോലും ഉണ്ടാവില്ല. കാരണം സാധനം മാറിപ്പോയി. ഇപ്പം ഞാൻ ഇവിടെ വിചാരിക്കാം ഇപ്പം ഒരു 20 കൊല്ലം മുമ്പ് എടാ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം അറ്റാച്ച്മെന്റ് ഇല്ലടാ പറഞ്ഞാൽ നീ ഒന്നുകൂടെ സെൻഡ് ചെയ്യുമെന്ന് പറയും. അവരെ എന്തെങ്കിലും അറ്റാച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതല്ലേ അറ്റാച്ച്മെന്റ്, ഇമെയിലിലെ അറ്റാച്ച്മെന്റ് എന്നാണ് അവർ വിചാരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് വേറെ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഭാഷ തന്നെ വാക്കുകൾ തന്നെ പതിയെ സഞ്ചരിച്ച് വേറെ സ്ഥലത്തോട്ട് പോകുന്നു, പുതിയ വാക്കുകൾ വരുന്നു, വേറെ ഇപ്പം ഇന്റർനെറ്റ് ഭാഷ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഷ അതിൻ്റെ അകത്ത്. ഇപ്പൊ ചാറ്റില്ലേ, ചാറ്റില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചാറ്റില്ലേ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കും മലയാള വാക്കും കൂടെ ആയിട്ട് വേറൊരു വാക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷനും ഉണ്ടല്ലോ. അപ്പൊ എനിക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് യങ്സ്റ്റേഴ്സുമായിട്ട് കണക്ട് ആവുന്നു എന്ന് പറയുന്നത് ഞാൻ ഇതിനെ നോട്ട് ചെയ്യുന്നതുകൊണ്ടാവാം ഇങ്ങനത്തെ ചെറിയ ചേഞ്ചസിനെ. എന്നിട്ട് നമ്മൾ ഇപ്പം ബഡി മോട്ടോർ ഗാഡിയില്ലേ, കിലോമീറ്റർ റൈഡ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന റൈഡില്ലേ എന്ന് പറയാം. ആ ഒരു ഇന്റർനെറ്റ് ഭാഷയുടെ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ എടുക്കും നമ്മൾ.